ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ 2 മുട്ട, സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഓംലെറ്റ് ഉണ്ടാക്കാം. തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണതല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അത് തിരിച്ചിട്ടിട്ട് പിന്നെ നമ്മളതൊന്ന് മുറിച്ചെടുക്കുക. 4 ആക്കിയിട്ട് മുറിച്ചെടുത്ത് 2 മുട്ട ഫുള്ളായിട്ട് വേണ്ടല്ലോ, അപ്പോൾ നമ്മളത് കാരണമാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 4 ആയിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ തവയിലേക്ക് ദോശമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ദോശ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇപ്പോൾ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ അരിമാവ് കൊണ്ടുള്ള ദോശയോ ഏത് വേണമെങ്കിലും ചൂടാട്ടോ. അപ്പോൾ ഞാൻ അരിമാവ് കൊണ്ടുള്ള ദോശയാണ് ചൂടുന്നത്. അപ്പോൾ നമ്മൾ ദോശ പരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അതില്ലാന്നുണ്ടെങ്കിൽ ഓയിലോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ നമ്മൾ ദോശ ചുട്ടെടുക്കുക. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ദോശകളൊക്കെ ചുട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഉള്ള കൂട്ട് റെഡിയാക്കണ്ടേ. അതിനായിട്ട് ഞാൻ ക്യാരറ്റും മല്ലിയിലയും ജർജറും സവാളയും കുറച്ച് മയോണീസും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂണ് നല്ല കട്ട തൈര് പുളിയില്ലാത്തത് അതും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കുംബറൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുക്കുംബറൊന്നും ചേർത്തില്ല, അല്ലാതെയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദോശയിലേക്ക് ഈ കൂട്ട് ഇട്ട് പരത്തി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മുട്ട ഓംലെറ്റിൻ്റെ ഓരോ പീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുക. നമുക്കിപ്പോൾ മുട്ടയ്ക്ക് പകരം ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. ചിക്കൻ വേവിച്ച് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സാക്കിയിട്ട് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ ദോശയും ഇതുപോലെ സാൻഡ്വിച്ചാക്കിയിട്ട് ചുരുക്കിയെടുത്ത്, അപ്പോൾ ഈസി അല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട്. കുട്ടികൾക്ക് ഇടയ്ക്ക് സ്പെഷ്യലായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കായാലും എന്നും ദോശയും ഇഡ്ഡലിയും അപ്പമൊക്കെ കഴിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതൊരു സ്പെഷ്യലല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസിയായ പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം. താങ്ക്